ഒരു നൊസ്റ്റു കേക്കാണ്. പണ്ടൊക്കെ എപ്പോഴും ഇതിന്റെ പരസ്യം ടി വിയിലൊക്കെ വരുമായിരുന്നു. മിൽക്ക വണ്ടർ കേക്ക്. ഇത് അതിന്റെ ചെറിയ സൈസിലുള്ള 3 ഫ്ലേവറാണ്. ഫ്രൂട്ട് കേക്ക്, പൈനാപ്പിൾ, പിന്നെ ഓറഞ്ച്. 35 ഗ്രാമിലാണ് 10 രൂപ പാക്കറ്റ്. നല്ല മണമാണ് ഈ വണ്ടർ കേക്കിന്. പൈനാപ്പിളിന്റെ ആ ഫ്ലേവർ നല്ലപോലെ അറിയാം. ഓവർ മധുരമല്ലാത്ത മീഡിയം ടൈപ്പ്. സോഫ്റ്റ് ആണെങ്കിൽ ഉള്ളിൽ ഡ്രൈ പരുവം പോലെയാണ്. കേക്ക് പൊടിഞ്ഞു വരുന്നുണ്ട്. ഈ ഓറഞ്ച് കേക്കിന്റെ ടെക്സ്ചറും ഒക്കെ അതുപോലൊക്കെ തന്നെ. ആ ഫ്ലേവർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷെ ഒരു യുണീക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇതുപോലുള്ള കേക്കൊക്കെ ഒത്തിരിയും ഓറഞ്ച് ഫ്ലേവറിൽ വരുന്നുണ്ട്. അതൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന പോലൊക്കെ തന്നെ. പക്ഷേ മണത്തിലൊക്കെ ചില ഓറഞ്ച് ക്രീം ബിസ്ക്കറ്റ് ഒക്കെ വരുന്ന സ്പേസ് ബോർഡ് ടൈപ്പ് പാക്കില്ലേ, അതിലൊക്കെ മണപ്പിക്കുന്ന ടൈപ്പ് പോലുള്ള ഒരു മണമാണ്. ഫ്രൂട്ട് കേക്ക് ശരിക്കും വ്യത്യാസമുണ്ട്. ഇതിൽ ഫ്രൂട്ട് ബ്രെഡിൽ ഉള്ള പോലെയൊക്കെ ഒരു കാൻഡീഡ് പപ്പായ ഇതിലുണ്ട്. ഇടയ്ക്കൊക്കെ അതും ചവയ്ക്കാൻ കിട്ടുന്നത് കൊണ്ട് കൊള്ളാം. ടേസ്റ്റും ഫ്രൂട്ട് ബ്രെഡൊക്കെ പോലെ ഒരു രുചിയാണ്. പൈനാപ്പിളിന് 6.8 കൊടുക്കുക റേറ്റിംഗ്, ഓറഞ്ചിന് 7 കൊടുക്കുക റേറ്റിംഗ്, ഫ്രൂട്ട് കേക്കിന് 7.5 കൊടുക്കുക റേറ്റിംഗ്. ഹലോ, 15 ഗ്രാം പാക്കറ്റിൽ വരുന്ന നട്ടിനെസ്റ്റിന്റെ ഒരു മിന്റ് ഫ്ലേവർഡ് ക്യാഷു ആണ്. ഇത് 20 രൂപയാണ് ഇതിന്റെ വില. മിന്റ് ഫ്ലേവർ ഉപ്പും ചേർത്ത ഒരു സൊല്യൂഷൻ ഇതിൽ പൊതിഞ്ഞിട്ടുണ്ട്. വാക്കസോൾഡ് പാക്കറ്റ് ആയതുകൊണ്ട് നട്ടിന്റെ ക്വാളിറ്റിയിലൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല. മിന്റ് ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എബോ മീഡിയം സോൾട്ട് ആയതുകൊണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം കൂടുതൽ നേരം വെളിയിൽ വെക്കാൻ സാധിക്കില്ല. ഇതിന് പുറമെ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു സൊല്യൂഷൻ ഒരു സ്റ്റിക്കി രൂപത്തിലാവും. ഒരു റേറ്റിംഗ് കൊടുക്കണമെങ്കിൽ 8.3 കൊടുക്കാം 10.